أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنه لفي زبر الأولين أولم يكن لهم آية أن يعلمه علماء بني إسرائيل ولو نزلناه على بعض الأعجمين فقرأه عليهم ما كانوا به مؤمنين. الله العظيم. സൂറത്തു ശുഅറ 196 മുതൽ 9 വരെ. വഇന്നഹു നിശ്ചയം ഇത് ലഫി സുബുരിൽ അവ്വലീൻ ല ഫി ഉറപ്പായിട്ടുമുണ്ട് സുബുരിൽ അവ്വലീൻ. സബൂർ എന്നതിൻ്റെ ബഹുവചനാണ് സുബുർ. കിതാബ് അല്ലെങ്കിൽ രേഖകൾ എന്നൊക്കെ അർത്ഥം. അൽ അവ്വലീൻ മുൻഗാമികളുടെ. അവലം യക്കുൻ ലഹും ആയത്തുൻ അവലം യക്കുൻ ലഹും ആയത്തൻ അവർക്ക് ഒരു ആയത്ത് അല്ലയോ? അൻ യഅലമഹു അതിനെ തിരിച്ചറിയുന്നു എന്നത്. ഉലമാഉ ബനി ഇസ്രായീൽ ഉലമാഉ പണ്ഡിതന്മാർ, ബനി ഇസ്രായീൽ ഇസ്രായേല്യരിലെ പണ്ഡിതന്മാർ. വലൗ നസ്സൽനാഹു നാം അതിനെ ഇറക്കിയിരുന്നുവെങ്കിൽ അലാ ബഅദിൽ അഅ്ജമീൻ അലാ ബഅദിൽ അഅ്ജമീൻ അനറബികളിൽ ചിലർക്ക് അല്ലെങ്കിൽ ചില അനറബികൾക്ക്. ഫഖറഅഹു എന്നിട്ട് അദ്ദേഹം അത് ഓതിക്കൊടുത്തു അലൈഹിം അവർക്ക്. മാ കാനൂ ബിഹി മുഅ്മിനീൻ അവരത് വിശ്വസിക്കുമായിരുന്നില്ല. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ എന്നൊക്കെ പറഞ്ഞതിലേക്ക് ചേർത്താണ് വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ. ഇങ്ങനെ ഒരു ഖുർആന് വരുമെന്നും ആ ഖുർആനും കൊണ്ട് ഒരു നബി വരുമെന്നും ആ നബിക്കൊരു ഉമ്മത്തുണ്ടാകുമെന്നും എന്നൊക്കെ മുമ്പ് കഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ് എന്നാണ് പറയുന്നത്. ഇപ്പോഴും ആ പഴയ വേദഗ്രന്ഥങ്ങളുടെ നാശാവശിഷ്ടങ്ങളിൽ നിന്ന് ബാക്കിയുള്ളതിൽ പരിശോധിച്ചാൽ ബൈബിൾ ആവർത്തനം 18:18 ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാചകം. യഹോവ അരുളിയത് എന്തെന്നാൽ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനത്തെ അവൻ്റെ നാവിന്മേലാക്കും. അതുപോലെ വേറെയും വചനങ്ങൾ ഇപ്പോഴും അങ്ങനെ കാണാൻ കഴിയുന്നതാണ്. പുതിയ നിയമത്തിലും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ഖുർആനിനെ കുറിച്ചുമൊക്കെ. ഖുർആൻ തന്നെ ഈസാ അലൈഹിസ്സലാം പറഞ്ഞത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് സുഫിൽ മുബശ്ശിറൻ ബി റസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എനിക്ക് ശേഷം വരുന്ന അഹ്മദ് എന്നു പേരുള്ള നബിയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായിട്ടാണ് ഞാനുള്ളത് എന്നാണല്ലോ ഈസാ അലൈഹിസ്സലാം പറയുന്നത്. അങ്ങനെ ഇപ്പോഴും പരിശുദ്ധ ഖുർആനിലും ബാക്കിയുള്ള വേദഗ്രന്ഥങ്ങളുടെ അവശിഷ്ടങ്ങളിലുമൊക്കെ ഖുർആനിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഉണ്ട്. ഇതാണ് വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു വ്യാഖ്യാനം. രണ്ടാമതൊന്നുണ്ട്. ഇതിൻ്റെ ആശയം ഇതിൽ പറഞ്ഞ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് ഇതൊക്കെ ഇതിൽ മാത്രം പറയുന്ന ഒരു പുത്തൻ വർത്തമാനമല്ല. ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് ഞാനൊരു പുത്തൻ നബിയല്ല എന്ന് പറയാൻ. ഇതൊക്കെ പണ്ടേ പറഞ്ഞതാണ്. അതിനാണല്ലോ മുകളിൽ ഇത്രയും നബിമാരുടെ ചരിത്രം പറഞ്ഞത്. ഒരേ സംഗതിയാണ്. നൂഹ് അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് അള്ളാഹു തആല വിവരിച്ചു പറഞ്ഞ നബിമാരെല്ലാവരും അവരുടെ ജനതയോട് പറഞ്ഞത് ഖുർആനിൽ പറയുന്ന തൗഹീദും റിസാലത്തും ആഖിറത്തും തന്നെയാണ്. അതും അതിൻ്റെ ഉദ്ദേശ്യമാണ്. വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ. പിന്നെ പറയുന്നത് അത് ഉണ്ട് എന്ന് പറയുക മാത്രമല്ല, അത് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അവർ കാത്തിരുന്ന കിതാബാണ് ഇത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നാണ്. അവലം യക്കുൻ ലഹും ആയത്തൻ അൻ യഅലമഹു ഉലമാഉ ബനി ഇസ്രായീൽ. വറഖത്ത് ഇബ്നു നൗഫൽ മുതൽ തുടങ്ങുന്നതാണത്. വറഖത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചത് അദ്ദേഹമാണ് ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുത്തത് ഇത് മൂസാ നബിയുടെ അടുത്ത് വന്ന് നാമൂസാണെന്നും ആളുകൾ എതിർക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സഹായിക്കും എന്നുമൊക്കെ. വറഖത്ത് ഇബ്നു നൗഫലിനെ കുറിച്ച് ഒരു ക്രിസ്തീയ പണ്ഡിതൻ എന്നൊക്കെയാണ് മുസ്ലിങ്ങൾ പലപ്പോഴും പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സഹിഹായ ഹദീസിൽ അദ്ദേഹത്തിൻ്റെ സ്വർഗജീവിതം, അദ്ദേഹത്തിന് 2 വട്ടം പ്രതിഫലം കിട്ടുന്നയാളാണെന്നും അദ്ദേഹം സ്വർഗത്തിൽ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നത് കണ്ടുവെന്നും സ്വർഗത്തിൽ അദ്ദേഹത്തിന് ഒരു ഭവനമുള്ളത് കണ്ടു, തോട്ടമുള്ളത് കണ്ടു എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഖദീജ ബീവിക്ക് മുമ്പേ വിശ്വസിച്ച മഹാനാണ് യഥാർത്ഥത്തിൽ വറഖത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നീട് അബീസീനയിലേക്ക് ഹിജ്റ പോയ സഹാബിമാരുടെ വായിൽ നിന്ന് കേട്ടറിഞ്ഞതനുസരിച്ച് അബീസീനിയക്കാരായ പണ്ഡിതന്മാർ മദീനയിൽ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും അവർ ഇത്രയും കാലം കാത്തിരുന്ന നബിയെ കണ്ടതിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തത് സൂറത്തുൽ ഖസസിൽ അള്ളാഹു തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത ഭാഗത്ത്. അതുപോലെ അവർ വിശ്വസിച്ചതിൻ്റെ പേരിൽ അവരെ ശകാരിക്കുകയാണ് അബൂജഹൽ ചെയ്തത്. നിങ്ങൾ നല്ല ആളുകളാണ്, നിങ്ങളുടെ നാട്ടുകാർ ഒരാളെക്കുറിച്ച് അന്വേഷിക്കാനും പറഞ്ഞയച്ചിട്ട് നിങ്ങൾ അവരുടെ ദീന് ഉപേക്ഷിച്ചിട്ട് ഇവൻ്റെ ദീനുമായിട്ടാണോ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് അബൂജഹൽ അവരെ ആക്ഷേപിച്ചത് ചരിത്രത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ, അവർക്ക് കേട്ട പാതി കേൾക്കാത്ത പാതി, ഇത് വേഗം മനസ്സിലായി. ജൂതന്മാർ പറയാറുള്ളത് കേട്ട് മനസ്സിലാക്കിയ മദീനക്കാർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പെട്ടെന്ന് അംഗീകരിച്ചത് അവർ നേരത്തെ പറഞ്ഞത് കേട്ട് ശീലമുള്ളത് കൊണ്ടാണ്. അതുപോലെ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് വക്കാനു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു. വരാനുള്ള നബിയെക്കുറിച്ച് പറഞ്ഞ് വീമ്പളക്കലുണ്ടായിരുന്നു ജൂതന്മാർ എന്ന് സൂറത്തുൽ ബഖറയിൽ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ കിതാബിൽ ഉണ്ട് എന്ന് സൂറത്തുൽ അഅറാഫിൽ അല്ലദീന യത്തബിഊന നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി. സൂറത്തുൽ അഅറാഫിലെ 156 ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ച പണ്ഡിതന്മാർ ആ കാലത്ത് തന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വറഖത്ത് ഇബ്നു നൗഫൽ മുതൽ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വരേക്കുള്ള ആളുകൾ, പിൽക്കാലത്തും ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇതൊക്കെ പോരെ, ഖുർആൻ ഓതന്റിക്കാണ് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് എന്നാണ് അവലം യക്കുല്ലഹും ആയത്തൻ അൻ യഅലമഹു ഉലമാഉ ബനി ഇസ്രായീൽ. മുമ്പ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളുണ്ടെന്ന് പറയുക മാത്രമല്ല, ആ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് അന്വേഷിച്ച് തിരിച്ചറിയുന്നവരാണ് വിശ്വാസികളിൽ ഒരുപാട് പേർ, പണ്ഡിതന്മാരായ വിശ്വാസികൾ. വറഖത്ത് ഇബ്നു നൗഫൽ മുതൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വരെ അവർ പറയുന്നത് കേട്ട് അന്വേഷിച്ച് നടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തിയവരാണല്ലോ. അതുപോലെ തെളിവായിട്ട് എന്നാണ് ചോദിക്കുന്നത്. വലൗ നസ്സൽനാഹു അലാ ബഅദിൽ അഅ്ജമീൻ. അഅ്ജം എന്നതിൻ്റെ ബഹുവചനമായിട്ടാണ് അഅ്ജമൂൻ, അതിനെയാണ് അഅ്ജമീൻ എന്നാക്കിയിട്ടുള്ളത്. ചില അഅ്ജമികളിൽ ചിലരുടെ, അല്ലെങ്കിൽ അഅ്ജമികളിൽപ്പെട്ട ഒരാൾക്ക് ഇത് നാം ഇറക്കിയിരുന്നെങ്കിൽ, എന്നിട്ടോ അവരത് വായിച്ചു നോക്കുകയും ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം അവർക്കത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിലും മാ കാനൂ ബിഹി മുഅ്മിനീൻ, അവർ വിശ്വസിക്കുകയില്ല. കാരണം എന്താണ്?
ഇവര് അറബിയായിട്ട് അറബിയാക്കിയത് എന്തിനാണെന്നാണ് പറയുന്നത്. ബിലിസാനിൻ അറബിയിൻ മുബീൻ എന്ന് പറഞ്ഞില്ലേ. അനറബി ആയാൽ എന്താ കുഴപ്പം? ഇതെന്താ സംഭവം എന്ന് ഞങ്ങൾക്കറിയില്ല. ഖുർആൻ തന്നെ സൂചിപ്പിച്ചതുപോലെ വലൗ ജഅൽനാഹു ഖുർആനൻ അജബിയ്യൻ ലഖാലു ലൗലാ ഫുസ്സിലത്ത് ആയാത്തുഹു അജമിയ്യുൻ വ അറബിയ്യുൻ. നാം അത് അനറബിയായ ഒരാൾക്ക് ഇറക്കിയിരുന്നുവെങ്കിൽ അവർ പറയും, ഇതെന്തുകൊണ്ട് ഞങ്ങളോട് പറയാനുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ വ്യക്തതയില്ല? അജമിയുൻ വ അറബിയുൻ, അറബിയായ നബിയും അജമിയായ കിതാബുമോന്ന് എന്നവർ ചോദിക്കും എന്ന് സൂറത്തു ഹാമീം സജദയിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അനറബി ആയിരുന്നെങ്കിൽ അവർ പറയുക ഇത് അനറബിയായെന്ന്, ഞങ്ങൾ അറബികളാണിത്, ഞങ്ങൾക്ക് ബാധകമല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അവർ നിഷേധിക്കുകയാണ് ചെയ്യുക. കാരണം അതിനാണ് അല്ലാഹു തആല ഇത് മനസ്സിലാകാത്ത ആരും ഉണ്ടാകരുത് എന്ന നിലക്കാണ് വ്യക്തമായ സുവ്യക്തമായ അറബി പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയായി സ്വീകരിച്ചത് എന്ന് ചുരുക്കം. അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല എന്നോ ഞങ്ങളുടെ ഭാഷയിലല്ല എന്നൊന്നും പറയാൻ ഒരു ന്യായവും അറബികൾക്ക് ഉണ്ടാകുകയില്ല. അറബികൾക്ക് അത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ അറബികളിലൂടെ മറ്റു പലതും സ്വീകരിച്ച ബാക്കി ലോകത്തിന് മുഴുവനും അത് സ്വീകാര്യമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് അറബിയിലാക്കിയത് എന്നർത്ഥം. അല്ലെങ്കിൽ അവർ വിശ്വസിക്കുമായിരുന്നില്ല. അനറബിയിലായിരുന്നെങ്കിൽ വിശ്വസിക്കുമായിരുന്നില്ല അവർ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. കാരണം പ്രത്യേകിച്ചും നമുക്ക് അറിയാവുന്നതാണ്, അറബികൾ പണ്ടും ഇപ്പോഴും ഒക്കെ മറ്റു ഭാഷകളിലെ പദങ്ങൾ അവരുടേതാക്കി പറയുക എന്നല്ലാതെ മറ്റു ഭാഷകളുടെ ഉച്ചാരണം ശരിയായിട്ട് ഉച്ചരിക്കുന്നില്ലല്ലോ. ഒക്കെ അങ്ങോട്ട് സ്വീകരിക്കുക, പിന്നെ അങ്ങോട്ടാക്കുക എന്നല്ലാതെ മറ്റുള്ളവർക്കനുസരിച്ച് മാറുക എന്നൊരു നിലപാട് അറബികളിൽ പൊതുവെ തന്നെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അത് ഒരു നല്ല ഗുണമാണ്. കാരണം ഉള്ളതുപോലെ സ്വീകരിക്കുകയും ഉള്ളതുപോലെ പലയിടത്തും എത്തിക്കാനും അവർക്ക് പണ്ട് കാലത്ത് കഴിഞ്ഞു. ഇങ്ങനെ അറബികൾ മാദ്ദത്തുൽ ഇസ്ലാമിൻ്റെ മാവാണ് അറബികൾ എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ഭാഷയായി സ്വീകരിച്ചത് അറബിയാകാൻ ഈ വക കാരണങ്ങളൊക്കെയാണുള്ളത് എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ, പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ, സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅ്നാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്റൻ വനദറാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين.